ഹായ് പ്രിയമുള്ളവരെ, ശ്യാംകാന്തപുരാണ്. ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ തോടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പോവുക. അതിൻ്റെ രംഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്, എല്ലാവരും കൊടുവാളും എല്ലാം എടുത്തിട്ടാണ് തോട് വൃത്തിയാക്കാൻ പോകുന്നത്. ഈ വലിയ വലിയ പുഴകളിൽ വന്നു ചേരുന്ന ചെറിയ ജലാശയങ്ങളാണ് ഈ തോടുകൾ എന്ന് പറയുന്നത്. ഓവുചാല്, നീരുറവ, പാടശേഖരത്തിലെ വെള്ളം മുതലായവയെല്ലാം ഇത് ഉത്ഭവിക്കാറുണ്ട്. പണ്ട് കാലത്ത് വളരെ കൂടുതൽ ആളുകൾ ദിവസേന ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളാണ് നമ്മുടെ വയലും തോടുകളും ഒക്കെ. ഇപ്പോൾ എല്ലാവരും വീട്ടിനുള്ളിൽ ഒതുങ്ങിപ്പോയതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം വീട്ടിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ വേസ്റ്റുകളും വലിച്ചെറിയാനുള്ള ഒരു സ്ഥലമായിട്ട് തോട് മാറിയിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കുന്ന വയലുകളും തോടുകളും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിന്ന് കുറച്ച് യുവാക്കൾ ഇതിന് വേണ്ടി ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്ത് പാമ്പ നോക്കുന്നല്ല? തവള, മണ്ടിൽ, എഴുത്തച്ഛൻ എന്നീ ജീവികളെല്ലാം തോട്ടിലുണ്ടാവും കേട്ടോ. പിന്നെ മാനത്ത് കണ്ണൻ, കടു, കോട്ടി, മുഴു, അരൽമീൻ എന്നിവ ഒക്കെ ഉണ്ടാവും തോട്ടിൽ. ഒക്കെ തോട്ടിലെ മീനുകളാണ്. പണ്ടൊക്കെ തോട്ടിൽ കുളിക്കാൻ പോവുക, മീൻ പിടിക്കാൻ പോവുക, അലക്കാൻ പോവുക എന്നൊക്കെ പല ഒരു സമ്പ്രദായമായിരുന്നു, ഒരു രസം തന്നെയായിരുന്നു. ഈ വെള്ളത്തിൽ വളരുന്ന കുളവാഴുണ്ടല്ലോ, തോടിൻ്റെ ഇരു കരകളിലുമായി മുള്ളുകളുള്ള കൈതയും തഴച്ച് വളരാറുണ്ട്. ഈ കുളവാഴകളുടെ ഇടയിലാണ് പല മീനുകളും മുട്ടയിടുന്നത് ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കൈതപ്പൂവിൽ നല്ല സുഗന്ധവും ഒരുപാട് കാലം വാടാതെ നിൽക്കുന്നതുമാണ്. ഈ തോട് വർഷങ്ങളായിട്ട് ഈ ഒരു നാടിൻ്റെ ഒരു ഐശ്വര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ മലയോരത്തുള്ള ആളുകളും ഈ തോടിൻ്റെ രണ്ട് കരയിൽ താമസിക്കുന്ന ആളുകളൊക്കെ അലക്കാനും കുളിക്കാനും ഒക്കെ ഉള്ള ഏക ആശ്രയമായിരുന്നു. കിണറുകളൊക്കെ വെള്ളം കുറവായ സമയത്ത്, പ്രത്യേകിച്ച് എല്ലാ വീടിനും കിണറില്ലാത്തൊരു കാലത്തൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വരികയും കുളിക്കുകയും പലരും അലക്കുകയും അതേപോലെ കന്നുകാലികൾ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒന്നായിരുന്നു. ഇടക്കാലത്ത് വീടുകളിലൊക്കെ കിണറുകൾ വരികയും വാഷിംഗ് മെഷീനിലേക്ക് പോവുകയും ചെയ്തപ്പോൾ പോലും അപൂർവം ആളുകളൊക്കെ ഈ തോടിനെ ഉപയോഗിക്കാറുണ്ട്. മാത്രമല്ല ഈ തോടിൻ്റെ കരയിലുള്ള കർഷകരുടെ ഒരു വലിയൊരു സ്രോതസ്സാണിത്. അതുപോലെ തന്നെ പക്ഷികൾ, മൃഗങ്ങൾ, ഉള്ള മീൻ എല്ലാവർക്കും ഒരു ആശ്രയമാണിത്. ഒരുപാട് ആളുകൾ ഈ ഇവിടുന്ന് മീൻ പിടിക്കുന്ന കാഴ്ചകൾ പണ്ട് മഴക്കാലമാകുമ്പോൾ കാണുന്ന നിത്യസംഭവമായിരുന്നു. അതുപോലെ മഴക്കാലം കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കും തോട് കെട്ടിത്തെവുക എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്. ചെറിയ ചെറിയ തടയണകൾ കെട്ടിയിട്ട് അതിലുള്ള മീനുകളെ പിടിക്കുന്ന സുഖമൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ വലിയ നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു തോടാണിത്. ഏതായാലും ഇതിൻ്റെ ഒരു ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലെയുള്ള കുറേ ചെറുപ്പക്കാർ ഈ ദിവസത്തിൽ ഇതൊന്ന് ശുചീകരിക്കാൻ ഇറങ്ങിയതാണ്. ഈ തോട് ഒഴുകുന്നത് കാണുമ്പോൾ ഒരു പഴയ കാലത്തിൻ്റെ ഒരു ഗതകാല സ്മരണകൾ വീണ്ടും മനസ്സിലേക്ക് കയറി വരിക. അപ്പോൾ തോടിൻ്റെ 1 കിലോമീറ്ററോളം ഞങ്ങൾ തൊട്ട് വൃത്തിയാക്കി ഇന്നത്തെ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ തോടിൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ.